ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരു വലിയ ഉത്തരമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. PR വർക്ക് കൊണ്ടും കാശിന്റെ ബലത്തിലും മാത്രം ഹൗസിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ആര്യൻ. ഇപ്പൊ പുറത്തു വന്നൊരു പ്രോമോയിൽ അനീഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം കറക്റ്റ് ആണ്. അത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു രീതിയിൽ അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് അല്ലാഞ്ഞിട്ട് ഒരു ടീമിനെ ഏർപ്പാടാക്കി ആ ടീം പബ്ലിക് റിലേഷൻസ് ചെയ്തിട്ടാണ് ആര്യൻ അവിടെ നിൽക്കുന്നത്. അത് പറയാൻ വേണ്ടിയല്ല നമ്മളിപ്പോ വന്നത്. ഇപ്പൊ ലൈവില് ആര്യൻ ഒരു കാര്യം പറയുന്നുണ്ട്. ആദിലയുടെ നൂറയുടെ അടുത്താണ് പറയുന്നത്. ആദില നൂറ ടീം അറിയാമല്ലോ, ആദില നൂറയ്ക്ക് എപ്പോഴും ഒരാളെ വേണം. അവരുടെ കൂടെ ഒരു ട്രയോ ആയിട്ട് ഒരാൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കണം. അനുമോളെ വിട്ടിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഇപ്പൊ കയറിയിരിക്കുന്ന ആര്യനാണ് അവരുടെ കൂടെ സംസാരിച്ച് ഇപ്പൊ പട്ടായ ഗേൾസ് ഗ്രൂപ്പിൽ ആര്യനും ചേർന്നിരിക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഇവരുടെ അടുത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ മീ ദി ഈസിയസ്റ്റ് പേഴ്സൺ ടു ജയിൽ നോമിനേറ്റ് വാസ് അനീഷ്. ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ തോന്നിയത് അനീഷിനെയാണ്. ഒരു ആലോചിക്കേണ്ട ഒരു താമസം പോലും ഉണ്ടായില്ല. ഏറ്റവും എളുപ്പത്തിൽ പോയി ചെന്ന് അനീഷിന്റെ പേര് പറഞ്ഞു. എപ്പോഴും കോമിക് ക്യാരക്ടറിനെ പോലെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എപ്പോഴും കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ജയിലിലേക്ക് വിട്ടത് എന്ന് പറയുന്നുണ്ട്. അത് ഈസിയസ്റ്റ് ടാർഗറ്റ് എന്നാണ് പറയുന്നത്. ഈസിയസ്റ്റ് ടാർഗറ്റ് ആരാണ്, ഏതാണ്, എന്താണെന്നൊക്കെ ഉള്ളത് പ്രേക്ഷകർ കാണിച്ചു തരും. അത് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം ആര്യന് മനസ്സിലാവും തോന്നുന്നു. ഈ ഷോ ഇപ്പോ നിങ്ങളുടെ കയ്യിലൊന്നും അല്ല എന്നാണ് എനിക്ക് ആര്യന്റെ അടുത്ത് പറയാനുള്ളത്. ഇത് പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് വേറൊരു ലെവലിലേക്ക് ഇനി ഇത് കൊണ്ടുപോയി എത്തിക്കും ഉറപ്പായിട്ടും. കാരണം ഇന്ന് അത്രയും അൺഫെയർ ആയിട്ടുള്ള ഒരു കളിയാണ് അനീഷിന് നേരെ ഇവരെല്ലാവരും കൂടെ നിന്ന് കളിച്ചത്. അത് ആര്യൻ ഇങ്ങനെയൊക്കെ പറയുകയും കൂടി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ലൈവില് കണ്ടോണ്ടിരുന്നവരും നമ്മളെപ്പോലുള്ളവരും ഒക്കെ ഇത് എടുത്ത് പറയും. ഈസിയസ്റ്റ് ടാർഗറ്റ് അനീഷ് ആയിരുന്നു, ഈസിയസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈസിയസ്റ്റ് ടാർഗറ്റിനെ നോക്കിയാണ് ജയിലിലേക്ക് വിട്ടത് എന്ന്. ക്യാപ്റ്റൻസിയിലേക്ക് ആര്യൻ പറയാൻ വെച്ചിരുന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയാതിരുന്നത് ഈസിയസ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് വിടാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യം അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഫേക്ക് ആണ്. ആര്യൻ ഭൂലോക ഫേക്ക് ആണ്, യമലോക ഫേക്ക് ആണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ നടക്കുന്നതെല്ലാം PR വർക്കാണ്. ആര്യനെ വിളിപ്പിക്കുന്നതെല്ലാം PR വർക്കാണെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാശ് വാങ്ങിച്ചിട്ടാണ് എല്ലാവരും ആര്യനെ പറ്റി നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദിലയും നൂറയും അനീഷിന്റെ വേറെ ഒന്ന് രണ്ട് കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അനീഷിന്റെ മലയാളം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അനീഷ് മലയാളത്തിൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, അത് അനീഷ് പിടിച്ചിരിക്കുന്ന ക്യാരക്ടർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആര്യം പറയുന്നുണ്ട് എന്റെ മലയാളം അത്ര നല്ലതല്ല, അറിയാൻ പാടില്ല അത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്ഫുടമായിട്ട് നല്ല ഒന്നാന്തരമായിട്ട് മലയാളം പറയുന്നുണ്ട്. ഈ ഒരു എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി എന്നുള്ളൊരു കാര്യം അത് മാത്രം ഇംഗ്ലീഷിലാക്കി പറയുന്നതാണ്. ഈ രീതിയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ആര്യൻ മലയാളം ഇംഗ്ലീഷ് സ്വിച്ച് ചെയ്ത് സംസാരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ ഹിന്ദി പറയുന്ന ആ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടാണ് ആര്യൻ അതുവരെ ചെയ്യുന്നത്. എന്തായാലും വളരെ ഫേക്ക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുന്ന് പറയുന്നുണ്ട്. അനീഷിനെ പറ്റി ഈ രീതിയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ജയിലിലേക്ക് വിട്ടത് ഈസി ടാർഗറ്റ് ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും